ആരെങ്കിലും ഇത് വിളിച്ചിട്ട് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് പറയല്ലേ നിനക്ക് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇനി അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും, അങ്ങനെ ഒരു പേടി വന്നായിരുന്നു ഉള്ളില്? ഇല്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്കുള്ളതാണെങ്കിലും നമ്മളെ തേടി എത്തുന്നതാണ്. ഇപ്പം നിങ്ങൾ എന്നെ തേടി എത്തി, അതുപോലെ എല്ലാം എനിക്കുള്ളതാണെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നിമിത്തങ്ങളാണല്ല. ഇപ്പം ഇന്ന് ഇത് സംഭവിക്കാനും നിമിത്തമായിരുന്നു അല്ലേ, അതൊരു നിമിത്തമാണ്. ഇതിങ്ങനെ ആവാനും അതൊരു നിമിത്തമാണ്. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ ഒരു പെണ്ണ് കേസോ അല്ലെങ്കിൽ മറ്റുള്ള പോക്സോ കേസിലൊന്നും പെട്ട ആളല്ല. അതൊന്നല്ലല്ലോ ഇപ്പോൾ വിവാദം. ചാക്കോച്ചനെ പറ്റിയെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു, ഞാൻ നല്ലൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ നല്ല കാര്യം പോലും ആളുകൾ ഇത്ര വളച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മോശപ്പെട്ട കാര്യം വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഓൺലൈൻ മീഡിയക്കാരോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കണ്ടന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ മറ്റൊരാൾ ബലിയാടാക്കരുത്. ഞാനായതുകൊണ്ട് ഇത് പിടിച്ചു തന്നു, വേറെ വല്ലവരാണെങ്കിൽ തകർന്ന് തരിപ്പണായി പോകും. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ഞാനും, കാരണം അത്രയേറെ കോളുകൾ, ഒരു കോൾ എടുക്കുമ്പോഴേക്കും അടുത്ത കോൾ, ഒരു കോൾ വരുമ്പോഴേക്കും ഇതെന്താണെന്ന് സംഭവം അറിയില്ല. അപ്പോൾ ഇത് പുറത്ത് നടക്കുന്നത് എന്തോ നമ്മൾ അറിയുന്നില്ല. അത്രയേറെ കോളുകൾ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഈ നേരം വരെ കോളുകൾ ഇങ്ങനെ വന്നു. ഇപ്പോഴും താൻ കണ്ടില്ലേ ഇത്രയും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അത് ഒരു സ്ഥലത്തു നിന്നല്ല, പല 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 രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് മാത്രം എന്താ തെറ്റ്?